Empowering minds and shaping futures, Lakshmi Narayana Arts and Science College, Mayanur offers top-notch education, experienced faculty, modern facilities and a vibrant campus life. Join us for a journey of learning, growth and success. Admissions open, Lakshmi Narayana Arts and Science College, Mayanur. ഡ്രൈനേജിൽ കറുത്ത നിറത്തിലുള്ള അഴുക്ക് ജലം കെട്ടിക്കിടക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ആശങ്കയിൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തെ വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷന് മുൻവശത്തെ ഡ്രൈനേജിൽ അഴുക്കുജലം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതായി പരാതി. കറുത്ത നിറത്തിലുള്ള ദ്രാവകം കെട്ടിക്കിടക്കുന്നത് കാരണം വലിയ ദുർഗന്ധമാണ് പുറത്തുവരുന്നത്. ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന ഭീതിയിലാണ് സമീപത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും വ്യാപാരികളും. ബസ് സ്റ്റാൻഡ് പരിസരത്തെയും മറ്റും അഴുക്കുജലം ഒഴുകിപ്പോകുന്ന റോഡിനടിയിലൂടെ ഓടയിൽ നിന്നുമാണ് ഡ്രൈനേജിലേക്ക് ഈ കറുപ്പ് കലർന്ന അഴുക്കുജലം എത്തുന്നതെന്നാണ് വ്യാപാരികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും പറയുന്നത്. നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി JCB ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈനേജ് വൃത്തിയാക്കുന്ന പ്രവൃത്തിക്ക് ശേഷമാണ് ഇത് സംഭവിക്കുന്നതെന്നും വാർഡ് കൗൺസിലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായും പ്രശ്നം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കൗൺസിലർ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകിയതായും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഒറ്റപ്പാലം യൂണിറ്റ് പ്രസിഡന്റ് ഇസ്മായിൽ പറഞ്ഞു. പക്ഷേ ഈ മണ്ണ് കോരിയ കാരണം കൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വെള്ളങ്ങളെല്ലാം കുണ്ടായിട്ട് അവിടെ ഇവിടെ തങ്ങി നിൽക്കുകയാണ്. അതൊരു പ്രശ്നം. പിന്നെ അതിൽ വലിയൊരു പ്രശ്നം കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഈ ചന്തക്കുളത്തുനിന്നും അവിടുന്ന് ഇവിടുന്ന് വരുന്ന വെള്ളങ്ങൾ കെട്ടിക്കിടന്ന വെള്ളം ഈ ചാലിലേക്ക് ഈ റോഡിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളങ്ങൾ ഈ റോഡിൻ്റെ അടിയിൽ കൂടെ ഒരു ഓവ് കൊണ്ട് ഈ ഓവ് കൂടെ ഈ വെള്ളം ഇങ്ങോട്ട് എടുക്കുകയാണ്. ഈ വെള്ളം അങ്ങോട്ട് ഒഴുകി പോകണില്ല, നേരെ മീതക്ക് ഒഴുകി വരികയും അവിടെ കെട്ടിക്കിടക്കുകയും ചെയ്യണം. അത് കാരണം കൊണ്ട് ഭയങ്കര ദുർഗന്ധമായ സ്മെല്ല് അനുഭവപ്പെടുകയാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്നലെ നമ്മുടെ വാർഡ് കൗൺസിലർ വന്നു, കൗൺസിലർക്ക് കാണിച്ചോട് പരാതി കൊടുത്തു. പക്ഷേ ആ വെള്ളം നല്ല ഗന്ധമായിട്ടുള്ള സ്മെല്ലാണ്. അത് കാരണം കൊണ്ടപ്പോൾ നിങ്ങളിപ്പോൾ ഇതിപ്പോൾ വന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറയുവാനും എല്ലാവരും ഒരു കൂട്ടിയുള്ള പരാതി പറയുവാനുമുള്ള കാരണം. അതിന് നഗരസഭ അധികൃതർ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്നും ഡ്രൈനേജ് കാലങ്ങളായി സ്ലാബിട്ട് മൂടാതെയാണ് ഇട്ടിരിക്കുന്നതെന്നും ഇതിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളും ബിവറേജിൽ നിന്നും മദ്യം വാങ്ങി കഴിക്കുന്നവർ ഉപേക്ഷിക്കുന്ന പ്ലാസ്റ്റിക് ഗ്ലാസുകളും ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതാണ് ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിന് കാരണമെന്നും അതൊന്നും നീക്കം ചെയ്യാൻ നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല എന്നും ഇസ്മായിൽ പറഞ്ഞു. പോകുന്നുണ്ടെങ്കിൽ അത് സ്ലാബ് ഇട്ട് മൂടൽ പതിവുണ്ട് ഒറ്റപ്പാലം നഗരസഭ. ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് മാത്രം ഈ ചാല് സ്ലാബ് ഇട്ടിട്ടില്ല. ബസ് സ്റ്റാൻഡ് വരെയും ഈ ചാല് എത്രത്തോളം അകലമുണ്ടോ അത്രത്തോളം അകലം ഓപ്പണായിട്ട് കിടക്കുന്ന ഒരവസ്ഥയാണ് വർഷങ്ങളായിട്ട്. അപ്പോൾ ഇതിലേക്ക് പോകുന്ന സകല പ്ലാസ്റ്റിക് കുപ്പികളും ഈ ഒറ്റപ്പാലം ബീവറേജിൻ്റെ മുൻവശത്ത് അതിലേക്ക് മദ്യപിച്ച് കളയുന്ന പ്ലാസ്റ്റിക് ഗ്ലാസുകളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും എല്ലാം ഈ ചാലിൽ കെട്ടിക്കിടക്കുകയാണ്. പക്ഷെ അത് ഇതുവരെ വൃത്തിയാക്കാനും ഒറ്റപ്പാലം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഒരു ദിനം പ്രതി നിരവധി ആളുകൾ കടന്നുപോകുന്ന ഈ വഴിയിൽ ഇപ്പോൾ മൂക്കുപൊത്താതെ നടക്കാൻ കഴിയില്ല എന്നും ഡ്രൈനേജിന് സ്ലാബ് ഇടാത്തത് കാരണം ഇഴജന്തുക്കളടക്കം കയറി വരുന്നുണ്ടെന്നും സ്ത്രീകൾക്ക് ഇതുവഴി നടന്നു പോവാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തുള്ള ഒരു മെയിൻ ചാലാണ്. ഇഷ്ടംപോലെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 24 മണിക്കൂറും പോയി വരുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ നടക്കലേ മൂക്ക് കൊത്തിയിട്ട് വേണം ഇപ്പോൾ ഈ സൈഡിൽ കൂടെ നടന്നു പോകണമെങ്കിൽ. പിന്നെ ഏറ്റവും വലിയ സ്നേഹിതം പറഞ്ഞമാതിരി ചാല് സ്ലാബില്ലാത്തത് കൊണ്ടാണ് ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റി ബിൽഡിങ്ങിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് ആൾക്കാരൊന്നും മൂത്രമൊഴിക്കുകയാണ് ആ ചാലിൽ. അതുകൊണ്ട് അതിന് ദുർഗന്ധം വേറെ. അങ്ങനെ വേസ്റ്റ് കുപ്പി കാര്യങ്ങളെല്ലാം ആ സൈഡിൽ വെള്ളമടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ സ്ത്രീകൾക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. പിന്നെ വേറെ പ്രശ്നം അത് മഴക്കാലം കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് സ്ലാബ് ഉണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് സങ്കല്പിക്കായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് പറയാനുള്ളത് വേണ്ടപ്പെട്ട അധികാരികൾ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് താൽക്കാലികമായിട്ട് ചെയ്തിട്ട് ഒരു നല്ല വൃത്തിയും പോലെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന്